الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രേം നിറഞ്ഞ സത്യവിശ്വാസികൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിലൊരു നല്ല ജീവിതം നയിക്കുവാനുള്ള തൗഫീഖ് നൽകുന്നവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും അവസാനത്തിലുള്ള 10 ദിവസങ്ങളിലേക്ക് കടക്കാനിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എല്ലാ ആഴ്ചയും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ റമദാനിന്റെ ഈ ഒരു ദിവസം വരെ നമുക്ക് എത്തിച്ചേരാൻ പറ്റി എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വല്ലാത്തൊരു സൗഭാഗ്യമാണ്, വല്ലാത്തൊരു തൗഫീഖ് തന്നെയാണ് എന്നുള്ളതാണ്. സാധാരണ റമദാനുകൾ മുതലാക്കിയിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, സാധാരണ എല്ലാ റമദാനുകളും മുതലെടുക്കാറുണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി പ്രകാരം രോഗമോ മറ്റോ വന്നിട്ട് അവർക്ക് റമദാനിൽ ഒരു കർമ്മപദത്തിൽ ഉഷാറാകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അടുക്കൽ നിന്ന് കൂലിക്ക് പ്രത്യേകിച്ച് കുറവൊന്നും ഉണ്ടാവില്ല. കാരണം അവർക്ക് കഴിയുമെങ്കിൽ അവർ ആ ഒരു കർമ്മപദത്തിൽ എത്തുമായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ അത്തരത്തിലാകണം. കർമ്മങ്ങൾ കൊണ്ട് എപ്പോഴും ഉപകരിതമാകുവാനും ഇനി എന്തെങ്കിലും ഒരു രോഗം ബാധിച്ചുകൊണ്ടോ മറ്റു പ്രയാസങ്ങളിലായിക്കൊണ്ടോ നമുക്ക് റമദാനിൽ നമുക്ക് മുതലെടുക്കുവാൻ സാധിക്കാതെ പോയെങ്കിൽ പോലും വെറുതെ കൂലി വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എല്ലാവരും ഉയരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു എന്നത് തന്നെ നമുക്ക് ആ ഒരു സമയത്ത് കൂലി നേടിയെടുക്കാൻ മതിയാകുന്നതാണ്. കാരണം കഴിവുണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു എന്നത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂലികൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള ഒരു തൗഫീഖിന് അതിനുള്ള ഒരു ഭാഗ്യം പിന്നെ അവിടെ ഇല്ല എന്നുള്ളതും കൂടി ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നായിരിക്കും എന്ന് ആർക്കും അറിയാത്ത ലൈലത്തുൽ ഖദർ എന്ന പുണ്യങ്ങളുടെ പെരുമഴയുള്ള ഒരു രാത്രി എന്നാണെന്ന് ആർക്കും അറിയാത്ത ദിവസം കടന്നു വരുമ്പോൾ, അവസാനത്തെ 10 നമ്മൾ അതിനെ പ്രതീക്ഷിക്കുമ്പോൾ, ആ ഒരു അവസാനത്തെ 10 നമ്മൾ പ്രവേശിക്കാനിരിക്കുമ്പോൾ, അതതിന്റെ തുടക്കത്തിലാകുമോ ഒടുക്കത്തിലാകുമോ ഇടയ്ക്കെപ്പോഴെങ്കിലും അത് നമ്മളിലേക്ക് കടന്നു വരുമോ എന്ന് നമുക്കറിയാതിരിക്കുമ്പോൾ, ആ ഒരു റമദാനിന്റെ അവസാനത്തെ 10 നമ്മൾ കയറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ പോലും ഒരു മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നലെ പോലും ഒരു മയ്യിത്ത് നിസ്കാരം നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കി നൽകുമാറാകട്ടെ. അവരെയും നമ്മളെയും എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിലേക്ക് തന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് സുബഹ് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പോലും വന്നിട്ടുള്ള കോള് ഒരു മയ്യിത്ത്, ഒരു മരണത്തെ കുറിച്ചിട്ടുള്ള ആയിരുന്നു എന്ന് പറയുമ്പോൾ, അവസാനത്തെ 10 പടിവാതിൽക്കൽ പോലും പലരും മരണത്തിന് കീഴടങ്ങുമ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഇതുവരെ തൗഫീഖ് തന്നിട്ടുണ്ട്. ഈ ഉച്ചവരെ, ഈ പറയുന്ന ഒരു സമയം വരെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിക്കുവാനുള്ള തൗഫീഖ് തന്നിട്ടുണ്ട് എങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കണം. നമ്മൾ ഈ ഒരു അവസാനത്തെ 10 കയറാനിരിക്കുമ്പോൾ ആദ്യ 20 എനിക്ക് എന്തു ചെയ്യാൻ പറ്റി, എനിക്ക് കർമ്മപദങ്ങൾ കൊണ്ട് എന്ത് അലങ്കാരമാണ് ഈ ആദ്യത്തെ 20 എനിക്ക് ചെയ്യാൻ പറ്റിയത് എന്ന് നമ്മൾ തീർച്ചയായിക്കൊണ്ടും ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ ഒരു രാവിലെ വന്നിട്ടുള്ള കോളിൽ വന്ന വ്യക്തി മരിച്ചിട്ടുള്ളത് റമദാനിലെ ഒരു കഫക്കെട്ട് വന്നതാണ്. അദ്ദേഹത്തിന് അത് നീർക്കെട്ടായി മാറുകയും ഒരു കിഡ്നിയെ ബാധിക്കുകയും അദ്ദേഹം പെട്ടെന്നൊരു മരണം സംഭവിക്കുക. നമ്മൾ എപ്പോഴും പേടിക്കേണ്ട വിഷയമാണ് പെട്ടെന്നുള്ള മരണം എന്നുള്ളത്. എപ്പോഴും പേടിക്കേണ്ട വിഷയമാണ് പെട്ടെന്നുള്ള മരണം. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ പേടിക്കേണ്ടുന്ന വിഷയമാണ്. കാരണം ഒരു രോഗമായിക്കൊണ്ട് നമ്മൾ ഒരു കടക്കപ്പായിൽ കടന്നിട്ട് ഇങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് മരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തൗബക്കുള്ള അവസരമുണ്ട്.
ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലാനും ചെയ്തു പോയ വീഴ്ചകളെയൊക്കെ ഒന്ന് ആലോചിച്ചെടുക്കാനും റബ്ബിനോടൊന്ന് ചോദിക്കുവാനും ഒന്ന് തിരിഞ്ഞു നിൽക്കുവാനും നമുക്ക് ഒരു തൗഫീഖ് അവിടെ ലഭിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്നുള്ള മരണമാണ് എങ്കിൽ നമ്മൾ ആ വിഷയത്തെ വളരെ ഗൗരവത്തിൽ വളരെ ബേജാറോടുകൂടി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ജീവിതത്തിലെ പോരായ്മകൾക്ക് ഒന്ന് തൗബ ചെയ്യുവാൻ ഒരു പക്ഷെ നമുക്ക് തൗഫീഖ് ലഭിക്കാതെ പോയെങ്കിൽ അത് വലിയ 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 നഷ്ടമായിക്കൊണ്ട് പരലോകത്ത് മാറുന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയത്തിനൊന്നും വകുപ്പുണ്ടാവുകയില്ല എന്നുള്ളതാണ്. രോഗമായിക്കൊണ്ട് കടന്നുകൊണ്ട് ആണ് മരിക്കുന്നതെങ്കിൽ നമുക്ക് തൗബക്കുള്ള അവസരങ്ങൾ ലഭിച്ചേക്കാം എന്നുള്ളത് കൂടി ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു രോഗം കൊണ്ടേ ഞാൻ മരിക്കുള്ളൂ, എനിക്ക് കുറച്ചൊക്കെ തൗബ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടുമെന്നൊരു ഉറപ്പാർക്കും പറയാൻ കഴിയാത്തിടത്തോളം കാലം നമ്മൾ എപ്പോഴും ആ തൗബയിലായിക്കൊണ്ട് തന്നെ ജീവിക്കേണ്ടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ മരണങ്ങൾ വരുന്നതിന് മുമ്പായിക്കൊണ്ട് എനിക്ക് തൗബയാണ്, എന്റെ ജീവിതം തൗബ കൊണ്ട് മുഖരിതമാണ്. തെറ്റുകൾ സംഭവിക്കാത്ത ആരും ഇവിടെ ഇരിക്കുന്ന ആരും തെറ്റ് സംഭവിക്കാത്ത ആരാണെന്ന് ചോദിച്ചാൽ കയ്യൊന്ന് വെച്ചാൽ അത് കളവാണെന്നേ പറയാൻ പറ്റുള്ളൂ. തെറ്റുകൾ സംഭവിക്കാത്ത തിന്മകൾ ചെയ്യാത്ത ആരും തന്നെ ഇല്ല. തൗബകൾ കൊണ്ട് ആ തിന്മയെ മറക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തൗബകൾ കൊണ്ട് തൗബ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചെറുതും വലുതുമായിക്കൊണ്ട് അറിഞ്ഞും അറിയാതെയുമായിക്കൊണ്ട് പരസ്യവും രഹസ്യവുമായിക്കൊണ്ടൊക്കെ നമ്മൾ തിന്മകൾ ചെയ്യുമ്പോൾ ആ ഒരു തൗബയിലൂടെ നമുക്ക് അതിനെയൊക്കെ മായ്ച്ചെടുക്കുവാൻ എന്റെ പേപ്പർ ക്ലിയർ ആണെന്ന് പറയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ എന്നുള്ളത് തൗബയെ നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അവസരമാണ്, ഏറ്റവും വലിയ അവസരമാണ്. തൗബയുടെ മാസം എന്ന് പോലും പണ്ഡിതന്മാർ റമദാനിനെ വിശേഷിപ്പിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് റമദാനിനെ നമ്മൾ തൗബയുടെ മാസം എന്ന് വിളിച്ചാൽ പോലും അതിലൊരു തെറ്റില്ല. തൗബയുടെ മാസം എന്ന് വിളിച്ചാൽ പോലും അത് അതിനോട് ഏറെ കൂല് പുലർത്തുന്ന ഒരു വാചകമായിക്കൊണ്ട് അത് മാറുന്നുള്ളതാണ്. കാരണം അത്രത്തോളം തൗബയെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയ സമയമാണ് പരിശുദ്ധ റമദാൻ എന്നുള്ളതാണ്. കാരണം എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗബക്കുള്ള അല്ലെങ്കിൽ ഇസ്തിഗ്ഫാറിന് ഒരുപാട് അവസരങ്ങൾ എണ്ണി പറയണം. മൻ ഖാമ റമദാന വഖാമഹു, ആരെങ്കിലും നോമ്പ് നോറ്റ് റമദാനിൽ പകൽ നോമ്പ് നോറ്റ് രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ അവൻ ഈമാനോടെയും പ്രതിഫലേച്ഛയോടെയുമാണ് അത് ചെയ്യുന്നത് എങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളതാണ്. വമൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും എടുത്തു പറയാണ്. ആദ്യത്തെ 10 പോലെയല്ല, രണ്ടാമത്തെ 10 പോലെയല്ല, അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് റസൂലുള്ളാഹി വീണ്ടും എടുത്തു പറയുന്നു. ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ് എങ്കിൽ, അഥവാ തറാവീഹ് നിസ്കാരം മതി നമ്മളെ സംബന്ധിച്ചിട്ട്, അതെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നിർവഹിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ അവന് പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള അവസരങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാൻ എന്നുള്ളതാണ്. എന്നിട്ടും ഒരു വ്യക്തിക്ക് ആ ഒരു പാപമോചനം ലഭിക്കുന്നില്ല എങ്കിൽ, റബ്ബിന്റെ അടുക്കൽ ഇഖ്ലാസോടുകൂടി റമദാനിനെ സമീപിക്കുവാൻ അവന് സാധിക്കുന്നില്ല എങ്കിൽ, ആ ഒരു റമദാനിലൂടെ പാപങ്ങൾ പൊറുക്കാനുള്ള അവസരങ്ങളെ ഇങ്ങനെ റബ്ബ് വെച്ചു തന്നിട്ട് നമ്മളത് എല്ലാവരും നിർവഹിച്ചിട്ട് നമ്മുടെ ഇഖ്ലാസിന്റെ കുറവ് കൊണ്ടോ മറ്റോ നമുക്കത് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ സുഹൃത്തുക്കൾ, നമ്മൾ എത്ര വലിയ നിർഭാഗ്യവാന്മാരാണ് എന്നുള്ളത് മനസ്സിൽ കൈവച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ എല്ലാവരും കേട്ട ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പർമ കയറുന്ന സമയത്ത് 3 വട്ടം ആമീൻ പറഞ്ഞു. 3 തവണ റസൂലുള്ളാഹി ആമീൻ പറഞ്ഞു. പ്രവാചകൻ മിമ്പറിന് ഇറങ്ങേണ്ട സമയത്ത് സ്വഹാബത്ത് ചോദിക്കണം, എന്താ റസൂലെ 3 വട്ടം ആമീൻ പറഞ്ഞത്? പ്രത്യേകിച്ച് പ്രാർത്ഥന എന്നോട് കേട്ടിട്ടില്ല, എന്താണ് 3 തവണ ആമീൻ എന്താണ് സ്വഹാബത്ത് ചോദിക്കുകയാണ്. റസൂലുള്ളാഹി പറയുന്നു, അതാനി ജിബ്രീൽ, എന്റെ അടുക്കലേക്ക് ഞാൻ മിമ്പറിൽ കയറുമ്പോൾ എന്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയായിരുന്നു. ഫഖാല റഗിമ അൻ ഫുംരിഇൻ അദ്റക റമദാന ഫലം യുഗ്ഫർ ലഹു ഖുൽ ആമീൻ ഫഖുൽതു ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരുത്തൻ നശിച്ചു പോട്ടെ, ഒരാൾ നശിച്ചു പോട്ടെ, ആരെ കുറിച്ചാണ് നമ്മളത് ആകാൻ പാടില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒരാൾ നശിച്ചു പോകട്ടെ, ആരാണ്? റമദാൻ, അവന് റമദാൻ കിട്ടിയിട്ടുണ്ട്, എന്നിട്ടും ഫലം അവന് റബ്ബ് സുബ്ഹാനഹു വ തആല പാപം അവൻ ചോദിച്ചില്ല എന്നല്ല പറഞ്ഞത്, അവന് റബ്ബ് കൊടുത്തില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ അവന് പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും വലിയ സൃഷ്ടിയായ, അതല്ലെങ്കിൽ ഏറ്റവും വലിയ സൃഷ്ടികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അടുപ്പക്കാരായ അടിയാറുകളായ മലക്കായ ആ മലക്കുകളുടെ ഏറ്റവും ഉന്നതനായ മലക്ക് കൂടിയായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രാർത്ഥന നടത്തുകയാണ്, ഒരു ശാപ പ്രാർത്ഥന നടത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞിട്ട് അത് സംഭവിക്കില്ല നമ്മൾ കരുതരുത്. അത് നാശം എന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ വലിയ നഷ്ടമായിക്കൊണ്ട് പരലോകത്ത് നമുക്ക് മാറുന്നതാണ്. അതുകൊണ്ട് എനിക്ക് പാപമോചനം കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സുകൊണ്ട് എന്റെ ഭാഗത്ത് നിന്നൊക്കെ ക്ലിയറാണ്, ഞാൻ റബ്ബ് സുബ്ഹാനഹു തന്നാ മതി എന്നൊരു കോലത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അത്രത്തോളം നമ്മൾ ചോദിക്കണം, നമ്മളത് ചോദിച്ചുകൊണ്ട് ആ ഒരു ഏരിയ നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നുള്ളത് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കുക. മറ്റൊരിക്കൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഗിമ അൻ ഖുറജുലിൻ ദഖല അലൈഹി റമദാനു ثم انسلخ قبل ان يغفر له. ഒരാൾക്ക് റമദാൻ ഇങ്ങനെ ആയാലും റമദാനിലൂടെ അങ്ങനെ ജീവിച്ചു പോയിട്ട് ആ ثم انسلخ قبل ان يغفر له അവൻ ആ മഗ്ഫിറത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പാപങ്ങളൊന്നും പൊറുക്കാതെ റമദാനിൽ കഴിഞ്ഞു പോയി. അവർക്ക് റമദാൻ അങ്ങോട്ട് കഴിഞ്ഞു പോയെങ്കിൽ അവനങ്ങ് നശിച്ചു പോട്ടെ എന്ന് റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തൗബ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിക്കൊണ്ട്, പ്രത്യേകിച്ച് റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ എനിക്ക് തൗബ കിട്ടിയിട്ടില്ല, എനിക്ക് ഇസ്തിഗ്ഫാർ ചോദിക്കാൻ സമയം കിട്ടിയില്ല, എന്റെ ജോലി തിരക്കൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ല, എനിക്ക് കുറച്ച് ഏർപ്പാടുണ്ടായിരുന്നു അതുകൊണ്ട് സമയം കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാശം പല ലോകത്ത് നമ്മളെ കാത്തിരിക്കുന്നുള്ളത് വലിയ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, എന്തിനൊക്കെ നമ്മൾ തൗബ ചെയ്യേണ്ടത് ആ വിഷയം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്തിനൊക്കെ നമ്മൾ തൗബ ചെയ്യേണ്ടത്? തൗബ ചെയ്യാൻ കേൾക്കലുണ്ടെന്നല്ലാതെ എന്തിനൊക്കെ നമ്മൾ തൗബ ചെയ്യണം? ഒന്ന്, രണ്ട് ഏരിയകളായിട്ട് പ്രധാനമായിട്ടുള്ള. ഒന്നാമത്, ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക, വിഷയത്തിൽ തൗബ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ചെയ്യാമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ തൗബ ചെയ്യേണ്ടതുണ്ട്. അത് നിർബന്ധമായ കാര്യങ്ങളെ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ തൗബ ചെയ്യാൻ നിർബന്ധമായി. കാരണം അല്ലെങ്കിൽ ഹറാമ് ചെയ്തൊരു കുറ്റം എനിക്ക് അവിടെ കിട്ടുന്നുള്ളതാണ്. അഥവാ നിർബന്ധമായ കാര്യം റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്യാൻ പറഞ്ഞിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ട് അത് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വിഷയത്തിൽ തൗബ ചെയ്യാന്നുള്ള നിർബന്ധമാണ്. ഇനി സുന്നത്തായ കാര്യങ്ങളിലാണ് നമ്മൾ വീഴ്ച വരുത്തിയതെങ്കിൽ അവിടെയും തൗബ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ ചേർത്ത് പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമത്തെ ഏരിയ എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങൾ, റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്യരുത് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ആ ഒരു വിഷയങ്ങൾ നമ്മൾ ചെയ്യുക. അത് നിർബന്ധമായ ഹറാമായിക്കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തൗബ ചെയ്യാന്നുള്ളത് നിർബന്ധമായിക്കൊണ്ടിരിക്കും. ഹറാമായ കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് തൗബ ചെയ്യാന്നുള്ളത് എന്താവും? നിർബന്ധമാവും. ഇനി ഒരു കറാഹത്തായ കാര്യമൊക്കെയാണ് നമ്മൾ ചെയ്തത് എങ്കിൽ അത് അവിടെ തൗബ ചെയ്യാന്നുള്ളത് സുന്നത്തായിക്കൊണ്ട് മാറും എന്നുള്ളത് പണ്ഡിതന്മാർ ചേർത്ത് പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. തൗബ എന്ന് പറഞ്ഞാൽ കേവലം മനസ്സുകൊണ്ട് ഒതുക്കി നിൽക്കേണ്ട വിഷയമല്ല, ശരിക്കും മനസ്സിലാക്കുന്ന വിഷയങ്ങൾ. തൗബ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു സംസ്കാരത്തിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹ് 3 വട്ടം ഒരു ഓട്ടോമാറ്റിക്കായി പറഞ്ഞു പോയാൽ തൗബയായി കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താം. തൗബയായി കരുതുന്ന ആരെങ്കിലും അവിടെ തിരുത്തണം നമ്മൾ. കാരണം എന്താ പറയുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ്, തൗബ എന്ന് പറഞ്ഞാൽ കേവലം മനസ്സുകൊണ്ട് ഒതുക്കി നിൽക്കേണ്ട ഒരു വിഷയമേ അല്ല. തൗബ ചെയ്താൽ അതിന്റെ ബാക്കി പത്രങ്ങൾ, അതിന്റെ ബാക്കി ഏർപ്പാടുകൾ അവന്റെ ജീവിതം മൊത്തം കാണാൻ പറ്റുന്നതാണ്. അവന്റെ ജീവിതം അവന് പ്രകടമായിക്കൊണ്ട് കാണും. അവന്റെ ജീവിതം തൗബ ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഒരു തിന്മയിൽ നിന്നൊരു വ്യക്തി തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതം കൊണ്ട് ആ തൗബയുടെ അടയാളങ്ങൾ അവന് പുറത്തേക്ക് ഇങ്ങനെ കാണും എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് തൗബക്ക് ദുനിയാവിൽ ചില മെച്ചങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയാറുള്ളത്. അഥവാ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കൊള്ളക്കാരന് അദ്ദേഹം പിടിക്കപ്പെടുന്നതിന് മുമ്പായിക്കൊണ്ട് അദ്ദേഹം തൗബ ചെയ്യാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തൗബ ചെയ്താൽ പിന്നെ അദ്ദേഹത്തിന് എന്തില്ല, ഇസ്ലാമിക കോടതിയുടെ കുറ്റമല്ല, അദ്ദേഹത്തിന്റെ സംബന്ധിച്ചിടത്തോളം കുറ്റം ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെ തൗബ ചെയ്തു അല്ലേ മനസ്സിലാക്കുക. തൗബ ചെയ്തു അദ്ദേഹം വാക്കുകൊണ്ട് പറഞ്ഞാൽ മതി, പോരാ. പിന്നെന്തുവാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പിന്നെ ആ ഒരു കൊള്ളയിലേക്ക് അദ്ദേഹം പോകാൻ പാടില്ല. ആ ഒരു കൊള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം മാറ്റി നിർത്തണം. അതൊക്കെ പണ്ഡിതന്മാർക്ക്, കാദിമാർക്ക് ബോധ്യപ്പെടുമ്പോഴേ അത്തരം ശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുള്ളൂ. എന്ന് മാത്രമല്ല, അദ്ദേഹം അത് ഒഴിവാക്കുക കൂടി വേണമെന്നല്ല, അദ്ദേഹം അതിനുള്ള പരിഹാരങ്ങൾ, ചെയ്തിട്ടുള്ള കൊള്ളകൾക്കുള്ള പരിഹാരങ്ങൾ അവിടെ ചെയ്യുക കൂടി ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് ആ ഒരു ശിക്ഷ ദുനിയാവെന്നുള്ള മാത്രം ഒഴിവാക്കി കൊടുക്കുക, അല്ല ഇസ്ലാമിക കോടതിയിൽ നിന്ന് ഒഴിവാകുകയുള്ളൂ എന്നുള്ളതാണ്. അതിനർത്ഥം എന്താ പറയുക, തൗബ എന്നുള്ളത് കേവലം മനസ്സുകൊണ്ടുള്ളത് ഏർപ്പാടല്ല, അത് നേരെ മറിച്ച് അത് ജീവിതം കൊണ്ട് നമുക്ക് കാണിക്കുവാൻ, പുറത്തേക്ക് പ്രകടമായിക്കൊണ്ട് കാണുവാനുള്ള ഒരു വിഷയമാണ് എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അങ്ങനെ ഒരാൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാളെ കള്ളനെന്നോ ഒരു കൊള്ളക്കാരനോ വിളിക്കാനുള്ള അവകാശം നമുക്കില്ല. വിളിച്ചാൽ നമ്മൾ കുറ്റക്കാരായി മാറും എന്നുള്ളത്. കാരണം തൗബ ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൗബ ചെയ്തൊരു കാര്യത്തെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആക്ഷേപിക്കാൻ നമുക്ക് ആർക്കും വകുപ്പില്ല എന്നുള്ളത് കൂടി ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. പഴയ കള്ളനാണെങ്കിൽ അദ്ദേഹം കള്ളത്തിലൊക്കെ നിർത്തിയിട്ട് അദ്ദേഹം ഒരു തൗബ ചെയ്ത് ഒരു പരസ്യമായിക്കൊണ്ട് നന്നായ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തെ കള്ളനാണെന്ന് വിളിക്കാൻ നമുക്ക് അവകാശമില്ല, വിളിക്കാൻ പാടില്ല എന്നുള്ളത് ഇതിനോട് ചേർത്ത് പണ്ഡിതന്മാർ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു. ഒരാൾ തൗബ ചെയ്തുകൊണ്ട് തിന്മയിൽ നിന്നും മടങ്ങിയിട്ടുണ്ട് എങ്കിൽ കമൻ ലാ ദംബ ലഹു, അവനൊരു തിന്മയും ചെയ്യാത്തവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തൗബ നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നും ചോദിച്ച് വാങ്ങിയെടുക്കേണ്ടുന്ന, നേടിയെടുക്കേണ്ടുന്ന ഒരു കാര്യമായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നേടിയെടുക്കണമെങ്കിൽ, തൗബ നമുക്ക് ലഭിക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ നമ്മൾ കൃത്യമായിക്കൊണ്ട് പാലിക്കേണ്ടതുണ്ട്. തൗബ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ പോലെ തൗബ സ്വീകരിക്കണമെങ്കിൽ ഒരു 2-3 മാനദണ്ഡങ്ങൾ പണ്ഡിതന്മാർ, ചില നിബന്ധനകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ നിബന്ധന ഒന്നുപോലും പോകാൻ പറ്റില്ല. എങ്ങനെ ആ ഒരു നിബന്ധനയിൽ ഒന്നുപോലും നഷ്ടപ്പെടുകയാണെങ്കിൽ തൗബ ശരിയാവില്ല എന്നുള്ളതാണ്.
അതുകൊണ്ട് ആ നിബന്ധനകൾ കൃത്യമായി കൊണ്ട് നമ്മൾ പാലിക്കണം. നമ്മൾ ഇത്രയും കാലം തൗബ ചെയ്തിട്ടുണ്ട്, നമ്മൾ കരുതിയ പല കാര്യങ്ങളുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ വെച്ച് ഇങ്ങനെ ആലോചിച്ചോളൂ, തൗബ അയക്കണോ അല്ലേ? കാരണം തൗബ ആക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവസരം കഴിയുന്നതിന് മുമ്പ്, റമദാൻ കഴിയുന്നതിന് മുമ്പ് വീണ്ടും തൗബ നിൽക്കണമല്ലോ. അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ് എന്നുള്ളത് അഥവാ ചെയ്ത തെറ്റിൽ അദ്ദേഹത്തിന് സങ്കടം വേണമെന്നുള്ളതാണ്. അദ്ദേഹത്തിന് വലിയ ഖേദം വേണം. ചെയ്ത തെറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഖേദം മനസ്സിൽ വേണം. അഥവാ ഖേദം എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ നേരത്തേക്ക് ഒരു സങ്കടം, അതിനെ കുറിച്ചിട്ടല്ല പറഞ്ഞത്. നേരെ മറിച്ച് അദ്ദേഹത്തിന് ആ ചെയ്ത തിന്മയെ ഓർത്ത് മനസ്സൊന്ന് ടെൻഷനാണ്. എങ്ങനെ മനസ്സൊന്ന് ടെൻഷനാകണം. അഥവാ എപ്പോഴും ആ തിന്മയെ കുറിച്ച് ആലോചിക്കും, അത് വേണ്ടായിരുന്നു റബ്ബേ എന്നുള്ളൊരു മനസ്സ് ഒരു ടെൻഷനിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാകണം എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ ആയിക്കൊണ്ട് പണ്ഡിതന്മാർ പറയേണ്ടത്. രണ്ടാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ആ പാപത്തിൽ നിന്നും അദ്ദേഹം പൂർണ്ണമായിക്കൊണ്ട് മുക്തനാകണം എന്നുള്ളത്. അഥവാ സ്റ്റോപ്പ്, ആ ഒരു പാപം ഇനി ചെയ്യുകയില്ല, ഇനി ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു ചെയ്തുകൊണ്ട്, പാപം ചെയ്തുകൊണ്ട് തൗബ ചോദിക്കുന്ന അവസ്ഥ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പറ്റൂല, തൗബയെ കൊണ്ട് പരിഗണിക്കൂല. നേരെ മറിച്ച് ആ തൗബ ചെയ്യുന്ന സമയത്തേക്ക് ആ വ്യക്തി ആ പാപത്തെ സ്റ്റോപ്പ് ചെയ്യണം, പാപം നിർത്തിയിട്ടാകണം അദ്ദേഹം തൗബ ചെയ്യുന്നത് എന്നുള്ളതാണ്. അഥവാ ഒരു വ്യക്തി അഡിക്ഷൻ ആയിക്കൊണ്ടൊരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കൂടെ അദ്ദേഹം തൗബയും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഇന്ന് തൗബ ചെയ്യുക, നാളത്തെ നാളെ തൗബ ചെയ്യുക, ആ അവസ്ഥ ഉണ്ടല്ലോ. അങ്ങനെ ഏർപ്പാടില്ല എന്നുള്ളത് പറയുന്നത്. കാരണം ആ ഒരു തൗബയിൽ നിന്ന്, ആ ഒരു തിന്മയിൽ നിന്ന് അദ്ദേഹം മാറി നിന്നുകൊണ്ടായിരിക്കണം തൗബ ചെയ്യുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായിക്കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. മറിച്ച് ചെയ്യുന്ന തിന്മ നിർത്തിയിട്ട് പറ്റിപ്പോയതിൽ ഒരു ഖേദത്തോടെ ആയിരിക്കണം അദ്ദേഹം തൗബ ചെയ്യേണ്ടത്. അത് തന്നെ ദുനിയാവിലെ നഷ്ടങ്ങളെ ഓർത്തുകൊണ്ടുള്ള ഒരു സങ്കടമാകും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരാൾ കള്ളു കുടിക്കുന്നുണ്ട്, അദ്ദേഹം കള്ളുകുടിന്റെ കുറെ പ്രശ്നങ്ങളെ കുറിച്ച് കേട്ടു. കള്ളു കുടിച്ചാൽ കിഡ്നി പോകും, അതല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാവും, അതല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചാൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒക്കെ അദ്ദേഹം കേട്ടിട്ട്, പക്ഷെ അതൊക്കെ ഉണ്ടാവും എന്ന് കുറിച്ചിട്ട് അദ്ദേഹം തൗബ, ഒരു സങ്കടമാണ് അദ്ദേഹത്തിന് മനസ്സിലുള്ളത് എങ്കിൽ അത് തൗബയാവില്ല. നേരെ മറിച്ച് റബ്ബിന്റെ ശിക്ഷയെ കുറിച്ച് ആലോചിച്ച്, റബ്ബ് വിലക്കിയതാണല്ലോ എന്ന് ആലോചിച്ച് അത്തരത്തിൽ മനസ്സിനെ സങ്കടം കൊണ്ട് ചിട്ടപ്പെടുത്തുമ്പോൾ മാത്രമേ അത് തൗബയായിക്കൊണ്ട് മാറുകയുള്ളൂ എന്ന് പണ്ഡിതന്മാർ, അഥവാ സങ്കടം ആത്മാർത്ഥമാകുമ്പോഴേ അത് തൗബയായിക്കൊണ്ട് മാറുകയുള്ളൂ എന്ന് പണ്ഡിതന്മാർ ചേർത്ത് പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ അത് തിന്മയിലേക്ക് ഇനി മടങ്ങുകയില്ല എന്ന് ഉറപ്പിക്കണം, മനസ്സോട് ഉറപ്പിക്കാൻ പറ്റണം. ഈ തിന്മയിലേക്ക് ഒരു മടക്കന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കേണ്ടത്. അത് മനസ്സോട് ഇങ്ങനെ പറഞ്ഞാൽ പോരാ, മനസ്സോട് ഉറപ്പിച്ചാൽ പോരാ, ഞാനിങ്ങനെ തിന്മയിലേക്ക് ഇനി പോകൂല എന്ന് മനസ്സോട് ഉറപ്പിച്ചാൽ പോരാ. നേരെ മറിച്ച് അതിനുള്ള നടപടികൾ അദ്ദേഹം എടുക്കേണ്ടതുണ്ട്. കാരണം ഒരു തിന്മ അദ്ദേഹത്തിന് ഉണ്ടായ ചില കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ആ കാരണങ്ങളിൽ നിന്നും അദ്ദേഹം മാറി നിന്നിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് പറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ്. തിന്മയുടെ കാരണക്കാരൻ ഒരു കൂട്ടുകാരനാണെങ്കിൽ ചിലപ്പോ ആ ബന്ധം മുറിക്കേണ്ടി വരും. അതല്ലെങ്കിൽ തിന്മയുടെ സാഹചര്യം ഒരു നാടാണ് എങ്കിൽ, ആ നാട്ടിലെ നാട്ടുകാരാണ് എങ്കിൽ ചിലപ്പോ ആ നാട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാകും. തിന്മയുടെ സാഹചര്യം തന്റെ മൊബൈലോ മറ്റോ പ്രശ്നങ്ങളോ ആണ് എങ്കിൽ ആ ഒരു വിഷയങ്ങളെ കൺട്രോൾ ചെയ്യേണ്ട അവസ്ഥ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിക്കൊണ്ട് മാറും. എങ്കിലേ തൗബ ശരിയാവുകയുള്ളൂ എന്ന് പണ്ഡിതന്മാർ ചേർത്ത് പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുമെന്നതാണ്. തിന്മയുടെ സാഹചര്യങ്ങളിൽ മാറി നിൽക്കുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തൗബയുടെ പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ളത്. കാരണം ആ 99 ആൾക്കൊന്ന് 100ാമത്തെ എണ്ണവും തികച്ചു കൊണ്ടുവന്ന വ്യക്തിയോട് അദ്ദേഹം പണ്ഡിതനോട് ചെന്ന് ചോദിക്കുകയാണ്, എന്താണ് ഉസ്താദേ ചെയ്യുക, എന്താണ് എനിക്കുള്ള പരിഹാരം എന്ന് ചോദിക്കുമ്പോൾ, നീ തൗബ ചെയ്യണം, നിനക്ക് തൗബയുണ്ട്, ഈ നാട്ടിൽ നിന്ന് നീ മാറി നിൽക്കണം എന്ന് കൂടെ പറഞ്ഞു. തൗബ ചെയ്താൽ മാത്രം പറഞ്ഞില്ല, എങ്ങനെ പറഞ്ഞത്, ഈ നാട്ടിൽ നിന്ന് നീ മാറി നിൽക്കണം എന്നാണ്. ആ നാട്ടാണ് അദ്ദേഹത്തിന്റെ സാഹചര്യം. ആ നാട്ടിൽ അദ്ദേഹം ഇനി എന്നും കൊലയാളിയാണ്, അദ്ദേഹം എന്നും ഒരു ഗുണ്ടയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടുകാരൻ അദ്ദേഹത്തെ അങ്ങനെ കണക്കാക്കുള്ളൂ. അതുകൊണ്ട് ആ നാട് എന്ന സാഹചര്യത്തിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് തന്റെ തൗബക്കുള്ള പരിഹാരമെന്ന് റസൂലുള്ളാഹി ആ ഒരു വ്യക്തി പണ്ഡിതൻ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഥ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ശീലമായിക്കൊണ്ട് നമുക്ക് മാറേണ്ടതുണ്ട്. ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുക, ആ സാഹചര്യത്തെ ജീവിതത്തിൽ നിന്നും പറിച്ചു നടുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു തിന്മ 2 വട്ടം ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് മനസ്സിലാവും. അതിന് കാരണം സാഹചര്യം ചിലപ്പോൾ ഒരേ സാഹചര്യമായിരിക്കും എന്നുള്ളത് പലപ്പോഴും ആലോചിച്ചാൽ നമുക്ക് കിട്ടേണ്ട വിഷയമാണ്. അതുകൊണ്ട് സാഹചര്യങ്ങൾ മാറ്റി നിർത്തുക എന്നുള്ളത് തൗബയുടെ 3ാമത്തെ കണ്ടീഷൻ ആയിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. തൗബ ശക്തമാകുന്ന സമയത്ത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള മോശം അല്ലാഹു നീക്കിക്കളയും. അത് നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ആ ഒരു ബന്ധമാണെങ്കിൽ കൂടി തൗബ ശക്തമാകുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോലും നമ്മളെ കുറിച്ചുള്ള മോശത്തരം റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കിക്കളയുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ കഥ നമുക്ക് കാണുവാൻ സാധിക്കും. പരസ്യമായി തൗബ പരസ്യമായി കൊണ്ട് ചെയ്തിരുന്ന തിന്മയെ തൊട്ട് അദ്ദേഹം റബ്ബ് സുബ്ഹാനഹു വ തആല തൗബ ചെയ്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങേണ്ട സമയത്ത് 2 ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയേണ്ടത് തന്നെ അദ്ദേഹം ആ ഒരു പരസ്യമായി കൊണ്ട് ചെയ്തിരുന്ന തിന്മ വെച്ചിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കേട്ട് വലിയ സങ്കടമായി. കാരണം ഞാൻ തൗബ ചെയ്ത വിഷയമാണ്, പിന്നെ എങ്ങനെ എന്നെ കുറിച്ച് അത് ആക്ഷേപിക്കുക,
അദ്ദേഹം വീണ്ടും പള്ളിയിലേക്ക് പോയി തൗബ ചെയ്തു. അദ്ദേഹം രാത്രികൾ സജീവമാക്കി, അദ്ദേഹം ഖിയാമുൽ ലൈലുകൾ നിസ്കരിച്ചു, റബ്ബ് സുബ്ഹാനഹു കരഞ്ഞു കരഞ്ഞു തേടി. അങ്ങനെ അദ്ദേഹം വീണ്ടും പുറത്തിറങ്ങിയപ്പോ ആ രണ്ട് വ്യക്തികൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നാണ്, ആ പണ്ട വ്യക്തി അങ്ങനെയൊക്കെ ചെയ്തിരുന്നല്ലോ, ഇപ്പോൾ അദ്ദേഹം നന്നായി എന്ന് ആ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മോശത്തെ നീക്കി കൊടുക്കും. തൗബ സുഹൃത്തുക്കളെ ഒരു പരിചയമാണ് നമുക്ക്. തിന്മയുടെ ലോകത്തൊന്നും മാറി നിൽക്കാനുള്ള, പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഒരു പരിചയമായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ തൗബയെ കാണേണ്ടത്. നമ്മൾ തിന്മയിലേക്ക് മനസ്സുകൾ ചായുമ്പോഴൊക്കെയും നമ്മൾ തീരുമാനിക്കണം, ഒരു തൗബയുടെ മനസ്സുമായിക്കൊണ്ട് തിരിച്ചു വരുവാൻ നമ്മൾ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായിക്കൊണ്ട് മനസ്സിലാക്കുവാൻ, മുതൽ കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും തൗഫീഖ് നൽകി നമ്മെ വരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമൻ യാ കരീം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. അതാക്കും ഷഹ്റു റമദാൻ, നിങ്ങൾക്ക് പരിശുദ്ധ റമദാൻ ആഗതമായിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്കുൻ, ഒരു അനുഗ്രഹീതമായ ഒരു മാസം. ഫറളല്ലാഹു അലൈക്കും സിയാമഹു, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. തഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്ന. വതുഗല്ലു ഫീഹി മർദത്തു ശയാത്തീൻ, ശൈത്താൻമാരെ പിശാചുമാരെ അല്ലാഹു ബന്ദികളാക്കുന്ന ആ ഒരു മാസം നിങ്ങൾക്ക് ആഗതമായിരിക്കുന്നു. വഫീഹി ലൈലത്തുൻ, ആ ഒരു മാസത്തിൽ ഒരു രാത്രിയുണ്ട്. ഹിയ ഖൈറുൻ മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു രാത്രി നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു രാത്രി ആ ഒരു മാസത്തിൽ നിങ്ങൾക്കുണ്ട്. മൻ ഹരിമ ഖൈറഹ ഫഖദ് ഹരിമ, ആ ഒരു രാത്രിയുടെ ഖൈർ ആർക്കെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ വല്ലാത്തൊരു നഷ്ടമാണ് അവനെ ബാധിച്ചിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സുഹൃത്തുക്കളെ, അവസാനത്തെ 10 ദിവസം നമ്മളോടൊരു വ്യക്തി വന്നിട്ട് പറയാണ്, നീ 10 ദിവസം ഒന്ന് മെനക്കെടുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ദിവസത്തിന്റെ പ്രതിഫലമായിക്കൊണ്ട് ഞാൻ നിനക്ക് എന്ത് തരാണ്, നിന്റെ ജീവിതകാലം മൊത്തം ജീവിക്കാനുള്ള ശമ്പളം ഞാൻ തരാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഒഴിവാക്കും? 83 വർഷക്കാലം അദ്ദേഹം ഒരു തുടർച്ചയായിക്കൊണ്ട് അദ്ദേഹം കർമ്മം ചെയ്ത കൂലിയാണ് അദ്ദേഹം നേടിയെടുക്കേണ്ടത്. ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ ദിവസമല്ല, ഒരു രാത്രി കൊണ്ട് അദ്ദേഹം നേടിയെടുക്കേണ്ടത്. 10 ദിവസം മെനക്കെട്ടാണ്. സുഹൃത്തുക്കളെ, മെനക്കെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു തറാവീഹുകൾക്ക് അപ്പുറം നമ്മൾ 20 ദിവസം ചെയ്ത കർമ്മത്തിനപ്പുറം എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യാനുള്ള മൈൻഡിലേക്ക് നമ്മൾ എത്തണം. ഇത്രയും ദിവസം ചെയ്ത കർമ്മങ്ങൾ ഉണ്ടാവും, സ്വതക്കായിട്ട് നമുക്ക് കർമ്മങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഖുർആൻ പാരായണം നമുക്ക് ഉണ്ടാവും. അതിലപ്പുറം ഒരു അവസാനത്തെ 10 ഒരു എക്സ്ട്രാ കർമ്മം എന്റെ കയ്യിൽ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ നമുക്കതിനെ മുതലാക്കാൻ സാധിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ ആ 20 ദിവസം കടന്നുപോയ പോലെ, ആ ഒരു ആദ്യത്തെ 10 കടന്നുപോയ പോലെ തന്നെയാണ് നമ്മുടെ അവസാനത്തെ 10 കടന്നു പോകുന്നത് എങ്കിൽ നമ്മൾ അതിനെ നഷ്ടപ്പെടുത്തിയവരായിക്കൊണ്ട് മാറിയെന്ന് സ്വയമായിക്കൊണ്ട് വിലയിരുത്താൻ നമുക്ക് സാധിക്കേണ്ടത്. 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു മാസമാണ് പരിശുദ്ധ റമദാനിലെ ആ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ആ രാത്രി എന്ന് പറയുന്നത്. ആ രാത്രിയിൽ ചെയ്യുന്ന നോമ്പും നിസ്കാരവും ഖുർആൻ പാരായണവും സദഖയും ദാനധർമ്മവും അടക്കം എല്ലാ നന്മകൾക്കും വലിയ 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 കൂലിയായിരിക്കുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അഥവാ 83 വർഷക്കാലം തുടർച്ചയായിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ കൂലിയായിരിക്കും ആ വ്യക്തിക്ക്, ആ ഒറ്റ രാത്രി മെനക്കെട്ട വ്യക്തിക്ക് ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്കുള്ള, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ സൂചിപ്പിച്ച കാര്യമാണ്, കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കണം. ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ മലക്കുകളെ അല്ലാഹു ഏൽപ്പിക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ. ഒരു വർഷത്തേക്കുള്ള കാര്യം മലക്കുകളെ അല്ലാഹു ഏൽപ്പിക്കുന്ന രാത്രിയാണ്. അഥവാ ലൗഹുൽ മഹ്ഫൂദിലെ ലോകത്ത് നടക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്തിട്ട് ഇനി ഈ അടുത്തൊരു വർഷം എന്ത് സംഭവിക്കണം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകളെ നടപ്പിലാക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു ലൈലത്തുൽ ഖദ്റിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് എന്നുള്ളതാണ്. അല്ലാതെ പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് കൊണ്ട് രാത്രി ലൈലത്തുൽ ഖദ്ർ ആയതല്ല. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ പരിശുദ്ധ ഖുർആൻ അവതരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലൈലത്തുൽ ഖദ്ർ ഒരേ ആവർത്തിക്കുമോ എന്ന് ചോദിച്ചാൽ അത് ഒരേ ദിവസം കൊണ്ടുപോയിട്ട് എല്ലാ വർഷം ആവർത്തിക്കൂല. നേരെ മറിച്ച് അത് മാറി 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 വരും. ഓരോ വർഷവും ലൈലത്തുൽ ഖദ്ർ മാറി 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 വരും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ അവസാനത്തെ 10 പ്രതീക്ഷിക്കുക. അൽതമിസുഹ ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമദാൻ, നിങ്ങൾ അവസാനത്തെ 10 പ്രതീക്ഷിക്കുക. തഹറു ലൈലത്തുൽ
ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിർ മിൻ റമദാൻ, നിങ്ങൾ അവസാനത്തെ 10 അതിനെ പ്രതീക്ഷിക്കുക. അതിൽ തന്നെ നിങ്ങൾ ഒറ്റയിട്ട രാവുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുക. അതിലും തന്നെ നിങ്ങൾ 27 രാവിലെ കൂടുതൽ വരുവാൻ, കൂടുതൽ ലൈലത്തുൽ ഖദ്ർ ആകുവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ റസൂലുള്ളാഹിയുടെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ വർഷവും ലൈലത്തുൽ ഖദ്ർ മാറി 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 വരും എന്നുള്ളതാണ്. അത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോ ഈ ഒരു മാസം 23-നാണ് ലൈലത്തുൽ ഖദ്ർ ഉണ്ടായത് എങ്കിൽ അടുത്ത വർഷം 23 ആയിക്കോണമെന്നില്ല, അടുത്ത വർഷം 27 ആയിരിക്കാം. അതിൽ വരാൻ അങ്ങനെ കൂടുതൽ ചാൻസ് ഉള്ളത് 27-നാണ്. പിന്നെ ചാൻസ് ഉള്ളത് ഒറ്റയിട്ട രാവുകൾക്കാണ്. പിന്നെ സാധ്യത ഉള്ളത് അവസാനത്തെ മൊത്തം രാത്രികളിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ലൈലത്തുൽ ഖദ്ർ കിടക്കേണ്ടത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഒരു വർഷത്തിലെ ഒരു റമദാനിനെ കുറിച്ച്, ആ റമദാനിലെ ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് റസൂലുള്ളാഹി ഓർമ്മിപ്പിച്ചു, അത് അർപ്പിച്ചു കളഞ്ഞു. അതല്ലാതെ ഒരു നിരന്തരമായിക്കൊണ്ട് ലൈലത്തുൽ ഖദ്ർ ഓർമ്മിപ്പിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കൊടുത്തത് അല്ലാതെ എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ലൈലത്തുൽ ഖദ്റിന്റെ അടയാളങ്ങളെ കുറിച്ച് ഹദീസുകൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഒരു ശാന്തമായ ഒരു രാവായിരിക്കും എന്നുള്ളതാണ്. ഒരു ശാന്തമായിക്കൊണ്ട് ഒരു കലുഷിതമല്ലാത്ത ഒരു രാവായിരിക്കും. അത് മുഅ്മിനുകൾക്ക് അത് കൃത്യമായിക്കൊണ്ട് ബോധ്യപ്പെടുന്നുള്ളതാണ്. മനസ്സിൽ ഈമാൻ കൊണ്ട് തുടിച്ചു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ലൈലത്തുൽ ഖദ്റാണ് എന്ന് അവർക്ക് ഫീൽ ചെയ്യുമെന്നൊക്കെ പണ്ഡിതന്മാർ ചേർത്ത് പറഞ്ഞതായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കും. സൂര്യൻ അന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന കിരണങ്ങളില്ലാതെ ഒരു ശാന്തമായിക്കൊണ്ടായിരിക്കും സൂര്യൻ ഉദിക്കുക എന്നൊക്കെ പണ്ഡിതന്മാർ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ലൈലത്തുൽ ഖദ്ർ വന്നാൽ അതാണെങ്കിൽ എനിക്ക് ബോധ്യപ്പെട്ടാൽ അതൊന്നുമല്ല, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പരമാവധി ദീർഘമായിക്കൊണ്ട് രാത്രി നിസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. ദീർഘമായിക്കൊണ്ട് രാത്രി നിസ്കാരം നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ തറാവീഹ് നിസ്കരിച്ച ആളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അദ്ദേഹത്തിന് എന്താക്കുക, രാത്രികൾ വീണ്ടും നിസ്കരിക്കാം. ഒറ്റയാക്കാൻ പറ്റൂല എന്നുള്ളത്. തറാവീഹ് ഒറ്റയായിക്കൊണ്ട് നിസ്കരിച്ചാൽ പിന്നെ ഒറ്റയാക്കലില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. 2 ഒറ്റയാക്കൽ രാത്രി ഉണ്ടാകാൻ പറ്റൂല എന്ന് ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ദീർഘമായിക്കൊണ്ട് നിസ്കരിക്കുക, കുറെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടൊക്കെ നിർവഹിക്കാൻ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതിനു പുറമെ അത് ഉറങ്ങാതെ നിർവഹിക്കുന്ന ഏതോ കർമ്മത്തിനും കൂലി ഉണ്ട് എന്ന് പണ്ഡിതന്മാർ ചേർത്ത് പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിലപ്പുറം അള്ളാഹുവിനോട് പരമാവധി മാപ്പിനെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ചെയ്തു പോയിട്ടുള്ള തിന്മകളെ തൊട്ട് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ വഫഖതു ലൈലത്തുൽ ഖദ്രി മാ അഖൂലു ഫീഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ലൈലത്തുൽ ഖദ്ർ ആണ് എനിക്കെന്ന് തോന്നിയാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് റസൂലുള്ളാഹിയോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോൾ ആയിഷ നീ പറയണം, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അവർ പ്രയോഗം ശ്രദ്ധിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അവിടെ ശബ്ദ കൂട്ടി പറഞ്ഞു, അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ, പിന്നെ അഫുവ എന്ന് പറയുന്നത് അഫ്വ ഫഅഫു അന്നി എന്നുള്ള പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, നീ ഏറെ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകാൻ നീ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന രാത്രികൾ നമ്മൾ സജീവമായിക്കൊണ്ട് പറയേണ്ടുന്ന ഒരു പ്രാർത്ഥനയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ്. റമദാൻ വന്നെത്തിയിട്ടും പാപമോചനം തേടാത്തവന് നാശം എന്നുള്ള ഹദീസ് നമ്മൾ പറഞ്ഞു. വളരെ ഗൗരവത്തോടു കൂടി അതിനെ സമീപിക്കേണ്ടതുണ്ട്. ധാരാളമായിക്കൊണ്ട് ഇബാദത്തുകൾ ചെയ്യുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അശ്റു ശദ്ദ മിസ്റഹു വഅഹിയ ലൈലഹു വഅയ്ഖദ അഹ്ലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അദ്ദേഹം അരക്കെട്ട് ഒന്ന് മുറുക്കി ഉടുക്കുമായിരുന്നു. വഅഹിയ ലൈലഹു, രാത്രികൾ അദ്ദേഹം സജീവമാക്കുമായിരുന്നു. വഅയ്ഖദ അഹ്ലഹു, തന്റെ കുടുംബത്തെ അദ്ദേഹം ഉണർത്തുമായിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് പറഞ്ഞു തരികയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി, മറ്റു ദിവസങ്ങളിലൊന്നും റസൂലുള്ളാഹി പരിശ്രമിക്കാത്ത ഒരു കഠിനമായ പരിശ്രമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10ൽ ഒന്ന് ഇടങ്ങേറായിക്കൊണ്ട് ഒന്ന് എക്സ്ട്രാ പണിയെടുത്തിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സുഹൃത്തുക്കളെ, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസി വകാന അജ്വദു മാ യകൂനു ഫീ റമദാന ഹീന യൽഖാഹു ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിയെ കണ്ടുമുട്ടുന്ന ഓരോ രാത്രിയിലും, അത് എല്ലാ രാത്രിയിലും ഉണ്ട്, ഓരോ രാത്രിയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ മൊത്തം രാത്രികളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാപകമായി കൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യൽഖാഹു ജിബ്രീൽ അജ്വദു ബിൽ ഖൈരി മിൻ റിഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ റസൂലുള്ളാഹി ഔദാര്യവാനായി കൊണ്ട് സ്വതക്കകൾ കൊടുക്കുന്നവനായി കൊണ്ട് മാറിയിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്ക് സ്വതക്കകൾ നമ്മൾ വ്യാപകമായി കൊണ്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഖുതുബയിൽ സൂചിപ്പിക്കാൻ വിട്ടുപോയിട്ടുള്ള വിഷയമാണത്. സ്വതക്കകൾ വ്യാപകമായി കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പരമാവധി മുതലാകുന്ന ഏരിയയിലൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ട് തന്നെ
മുതലെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഉദാഹരണമായിക്കൊണ്ട് ജാമിഅ അൽ ഹിന്ദിന്റെ കളക്ഷൻ നമുക്ക് മുതലാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. ജാമിഅ അൽ ഹിന്ദിന്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ ജാമിഅ അൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെ അതല്ലെങ്കിൽ അറിവ് പഠിക്കുന്ന ആളുകളെ വാർത്തെടുക്കാൻ വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അവർ പഠിക്കുകയും അവരത് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ തലമുറകളായിക്കൊണ്ട് അതങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അൽ ഉലമാഉ വറസത്തുൽ അംബിയ, പണ്ഡിതന്മാരെന്ന് പറയുന്നത് അമ്പിയാക്കന്മാരുടെ അനന്തരം എടുത്തിട്ടുള്ള ആളുകളാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുമ്പോൾ ആ ഒരു അനന്തരം അങ്ങ് ഖിയാമത്ത് നാൾ വരെ തുടർന്നു പോകുമ്പോൾ നമുക്ക് ഏറ്റവും മുതലാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ജാമിഅ അൽ ഹിന്ദ് എന്ന് പറയുമ്പോൾ. ജാമിഅ അൽ ഹിന്ദിന്റെ പ്രധാനമായിട്ടുള്ള കളക്ഷൻ റമളാനിലാണ് നടക്കാറ്. എല്ലാവരും കൈയയച്ച് സഹായിക്കണം, എല്ലാവരും കൈയയച്ച് അതിന് സംഭാവന നൽകണം എന്നുള്ളതാണ്. കനപ്പെട്ട സംഖ്യകൾ സ്വതക്കകൾ കൊടുക്കുമുണ്ടാകണം. പോക്കറ്റ് കയ്യിൽ ഏറ്റവും ചെറിയ സംഖ്യ എടുത്തു കൊടുക്കുന്നതിന് പകരം ഏറ്റവും വലിയ വലിയ സംഖ്യകൾ എടുത്തുകൊണ്ട് സ്വതക്കകൾ കൊടുക്കുവാനും അത് രഹസ്യമായി കൊണ്ട് കൊടുക്കുവാനും ശ്രദ്ധിക്കുക. ആൾക്കാരെ കാണിച്ചുകൊണ്ട് കൊടുക്കുന്ന സിസ്റ്റം ഒഴിവാക്കുക. പരമാവധി എങ്ങനെയൊക്കെയോ രഹസ്യമായി കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുക്കുക. രണ്ടാൾ അറിയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞുകൊണ്ട് ഒരു സ്വതക്കകൾ കൊടുക്കുന്ന കോലത്തിലേക്ക് നമ്മൾ മാറണം എന്നുള്ളതാണ്. കാരണം രണ്ടാമത്തെ ആൾ അറിഞ്ഞാൽ നമ്മുടെ മനസ്സിനുള്ളിൽ ശൈത്താനും കുറച്ച് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ അത് ക്ലിയർ ആകുവാൻ നമുക്ക് എന്താക്കുക, നമ്മൾ ഒറ്റയ്ക്ക് അറിഞ്ഞുകൊണ്ട് സ്വതക്കകൾ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിലുപരി ഇഅ്തികാഫുകൾ നമ്മൾ സജീവമാക്കേണ്ടതുണ്ട്. വ്യാപകമായിട്ടുള്ള ഇഅ്തികാഫിനെ കുറിച്ച് പറയുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് റമളാനിൽ ഇരുന്നിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത് അവസാനത്തെ 10 റസൂലുള്ളാഹി പ്രത്യേകം ഇരുന്നിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹിയുടെ മരണശേഷം പ്രവാചക പത്നിമാർ ഇഅ്തികാഫിൽ ഇരുന്നിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും എന്നതാണ്. ഇഅ്തികാഫിന്റെ പ്രതിഫലം എത്രയെന്ന് പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റില്ല. പണ്ഡിതന്മാർ വിശദീകരിച്ചെന്താ ഇഅ്തികാഫിന്റെ കൂലി റസൂലുള്ളാഹി പറഞ്ഞു തരാത്തത് ആ കൂലി പരലോകത്തിന് സസ്പെൻസ് ആയിക്കൊണ്ട് കിട്ടുന്നതാണ്. ആ കൂലി പരലോകത്തിന് സസ്പെൻസ് ആയിക്കൊണ്ട് കിട്ടുന്നുണ്ട്. വല്ലാത്തൊരു കൂലിയായിരിക്കും, എത്ര എന്നിട്ട് പറയണില്ല, അത് അവിടുന്ന് കിട്ടും. അതുകൊണ്ട് ആ സസ്പെൻസ് ഉള്ള കൂലി കൂടി നമ്മൾ നേടിയെടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇഅ്തികാഫ് നല്ല സംഭവമുള്ള ഏർപ്പാടൊന്നുമല്ല. എന്താക്കുകയാണ്, പള്ളിയിൽ വന്ന് ഇരിക്കേണ്ട സമയത്ത് നിയ്യത്ത് വെക്കുക. ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ള നിയ്യത്ത് വെക്കുകയാണെങ്കിൽ ഇബാദത്തിലായിക്കൊണ്ട്, നാട്ടിൽ പറയാതിരിക്കുകയല്ല, ഇബാദത്തിലായിക്കൊണ്ട് ഇരിക്കുകയാണെങ്കിൽ അതാണ് ഇഅ്തികാഫ് എന്ന് പറഞ്ഞത്. പിന്നെ കർമ്മങ്ങൾ ചെയ്യാം. പള്ളിയിൽ 5 മിനിറ്റിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഅ്തികാഫിന് നിയ്യത്ത് വെക്കാം. അത് ഇനി റമളാനിക്ക് മാത്രമുള്ള ഏർപ്പാടെന്നല്ല. എപ്പോൾ പള്ളിക്ക് കയറാണെന്നുണ്ടെങ്കിലും ഞാൻ കുറച്ചു നേരം ഖുർആൻ നിയ്യത്താക്കുകയാണെന്നുണ്ടെങ്കിൽ പള്ളിയിലേക്ക് കയറേണ്ട സമയത്ത് എന്താക്കുക, ഞാൻ ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ള നിയ്യത്ത് വെച്ചാൽ അതിലെ കൂലി, ഇഅ്തികാഫിന്റെ കൂലി അദ്ദേഹത്തിന് കിട്ടും. അത് റമളാൻ റസൂലുള്ളാഹി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് രാത്രികൾ നമ്മൾ ഇഅ്തികാഫ് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ കൂലി നമുക്ക് ഉണ്ടാവും. ആ ഇശാക്ക് വരുന്ന സമയത്തൊക്കെ ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെച്ചാൽ മതി. പിന്നെ അത് തറാവീഹ് കഴിഞ്ഞവരെങ്കിലും ഒരു മിനിമം മുതലാക്കണം. അവർ കുറച്ചു നേരം ഇരുന്ന് ഖുർആൻ ഓതുകയാണെന്നുണ്ടെങ്കിൽ അത് മുതലാക്കാൻ നമുക്ക്. അങ്ങനെ റമളാനിന്റെ പരമാവധി മുതലെടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അവിടെ പള്ളിയിൽ തന്നെ ഇഅ്തികാഫ് ഇരിക്കണം. വീട്ടിലെ നിസ്കാരമുറിയിലൊന്നും ഇഅ്തികാഫ് ഇരുന്ന് ശരിയാവില്ല എന്നുള്ളത് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കുക. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ച 23-ാം തീയതി നമ്മുടെ റമളാൻ വിജ്ഞാനവേദി നടക്കുകയാണ്. മുട്ടിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ബഹുമാനായ മുജാഹിദ് വാലിശ്ശേരി അവരുകളാണ് സംസാരിക്കുന്നത്. അന്ത്യനാളിന്റെ അടയാളങ്ങൾ എന്ന വിഷയത്തെ കുറിച്ചായിരിക്കും സംസാരിക്കുക. നമുക്ക് ഈമാനൊക്കെ ഒന്ന് കൂടുന്ന വിഷയമാണ്. പരമാവധി അതിലെല്ലാവരും പങ്കെടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും അറിഞ്ഞും അറിയാതെയുമായി കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പാപങ്ങളും നീ കൊടുത്ത് മാപ്പ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ നീ പരലോകത്ത് വിശാലമായ സ്വർഗത്തിലേക്ക് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന റഹ്മാനെ. ഖബറിന്റെ പ്രയാസങ്ങളില്ലാതെ, ഖബറിന്റെ പ്രയാസങ്ങളെ ദൂരീകരിച്ചുകൊണ്ട്, സിറാത്തിലെ പ്രയാസങ്ങളില്ലാതെ അങ്ങനെ വഴി നടന്നുകൊണ്ട് സ്വർഗത്തിന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് നേരെ നടന്നു കയറുന്ന ആളുകളിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുവേ, ഈ ഒരു അവസാനത്തെ 10 മുതലാക്കുവാനുള്ള വിശാലമായ തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും നീ അവരുടെ സ്വർഗം വിശാലമാക്കി നൽകണ റഹ്മാനെ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ വഅജ്ർ വാലിദൈനാ മിനന്നാർ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം.